യൂറോപ്യൻ യൂണിയനെതിരെയും നാറ്റോയ്ക്കെതിരെയും കടുത്ത നടപടിക്ക് ഒരുങ്ങുകയാണ് റഷ്യ. ഉക്രൈനെ യുദ്ധത്തിൽ നിന്നും പിന്മാറ്റാതിരിക്കാനും ഉക്രൈനെ ഖേദമോദിക്കൊടുത്ത് ഉക്രൈനെ പടുകുഴിയിലേക്ക് ചാടിക്കാനും ശ്രമിക്കുന്നത് യൂറോപ്യൻ യൂണിയനാണെന്നും റഷ്യയുമായിട്ടുള്ള യുദ്ധം തുടരണമെന്നും അതിനുവേണ്ടി എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞ് വാശി കയറ്റുകയും ഒടുവിൽ സ്വയം കുഴിച്ച കുഴിയിൽ വീഴുകയും ചെയ്യുകയാണ് ഇപ്പോൾ ഉക്രൈനും നാറ്റോ സഖ്യമെന്നും തുറന്നടിച്ചിരിക്കുകയാണ് വ്ളാഡിമിർ പുടിൻ. അമേരിക്ക മുന്നോട്ട് വെച്ച പദ്ധതികളുണ്ട്, സമാധാന പദ്ധതി. അത് അംഗീകരിക്കാൻ യൂറോപ്യൻ യൂണിയൻ തയ്യാറാകാതെ മറ്റൊരു ബദൽ പദ്ധതി ഇറക്കി ഉക്രൈന് ആ രീതിയിൽ മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയൂ എന്ന് പറഞ്ഞു. ഇത് വലിയ തോതിൽ സെലൻസ്കിക്ക് വില കൊടുക്കേണ്ടി വരും. സെലൻസ്കി വിചാരിച്ചാലൊന്നും കയ്യിൽ നിൽക്കുന്നതല്ല. അമേരിക്ക ഇത്രയും നാളും ഉക്രൈന് നൽകി വന്നിരിക്കുന്ന സഹായങ്ങൾ അത് അവരുടെ GDP-യെ വല്ലാതെ അത് ബാധിക്കുകയാണെന്നും ഇനിമേൽ ഇത്തരത്തിലുള്ള സഹായങ്ങൾ നൽകി ഉക്രൈനെ പരിപോഷിപ്പിക്കാൻ കഴിയില്ല എന്നും ട്രംപ് വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ്. നമുക്കറിയാം, അമേരിക്കയുമായി നടത്തിയിരിക്കുന്ന സമാധാന ചർച്ച അതിൻ്റെ 2ാം ഘട്ടവും പരാജയപ്പെട്ടിരിക്കുകയാണ്. അതിന് കൃത്യമായ കാരണങ്ങൾ പുടിൻ പറഞ്ഞിരിക്കുകയാണ്. ട്രംപിൻ്റെ മരുമകൻ കൂടി പങ്കെടുത്ത, അതായത് ഇവാങ്ക ട്രംപിൻ്റെ ഭർത്താവ് കൂടി പങ്കെടുത്ത ചടങ്ങായിരുന്നു. അതിൽ വളരെ വ്യക്തമായി തന്നെ വ്ളാഡിമിർ പുടിൻ നിലപാട് വ്യക്തമാക്കിയതാണ്, യൂറോപ്യൻ യൂണിയൻ്റെ ചെയ്തികൾ അത് അംഗീകരിക്കാൻ കഴിയില്ല. ലോക യുദ്ധത്തിലേക്ക് തള്ളിവിടാനുള്ള ശ്രമമാണോ യൂറോപ്യൻ യൂണിയൻ നടത്തുന്നത് എന്ന് ചോദിക്കുകയാണ്. നേരത്തെ ജർമ്മനി പ്രകോപനപരമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് പുറപ്പെടുവിച്ചതുൾപ്പെടെ ഉദാഹരണ സഹിതമാണ് വ്ളാഡിമിർ പുടിൻ തുറന്നു കാട്ടിയത്. റഷ്യ പിടിച്ചു വച്ചിരിക്കുന്ന ഉക്രൈൻ്റെ സ്ഥലങ്ങൾ അതൊരിക്കലും വിട്ടു നൽകാൻ കഴിയില്ല. ഉക്രൈൻ്റെ പല മേഖലകൾ ശക്തമായ പോരാട്ടത്തിലൂടെ റഷ്യ പിടിച്ചെടുത്ത സ്ഥലങ്ങളാണ്. അത് റഷ്യ അനക്സ് ചെയ്ത ടെറിട്ടറികളാണ്. ആ ടെറിട്ടറികൾ വിട്ടുകൊടുക്കാൻ കഴിയില്ല. നേരത്തെ വ്ളാഡിമിർ പുടിൻ്റെ പ്രസ്താവനകൾക്ക് മറുപടിയായി ട്രംപ് 2ാമതും അധികാരത്തിൽ കയറിയപ്പോൾ പറഞ്ഞത്, റഷ്യ തൻ്റെ ഭരണ കാലയളവിൽ മാത്രമാണ് ഒരു ടെറിട്ടറിയും മറ്റുള്ള ഭാഗങ്ങളിൽ, യൂറോപ്പിൻ്റെ ഒരു ഭാഗങ്ങളിൽ നിന്നും അനക്സ് ചെയ്യാത്തത് എന്ന് പറഞ്ഞ് വീരവാദം അടിച്ചു. എന്നാൽ ഇതേ ഡൊണാൾഡ് ട്രംപ് ഇരിക്കുന്ന സമയത്ത് തന്നെയാണ് റഷ്യ ഇപ്പോൾ പല മേഖലകളും പിടിച്ചെടുത്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ട്രംപിന് വലിയ തിരിച്ചടിയാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് സമാധാന കരാർ കൊണ്ടുവന്ന് വലിയ രീതിയിൽ അവിടെ ഒരു പുകമറ സൃഷ്ടിക്കണം. അതിന് ട്രംപ് മുന്നോട്ട് വയ്ക്കുന്ന ചില ലക്ഷ്യമാർഗങ്ങളാണ് ഇത് എന്ന് എടുത്തു പറയേണ്ടി വരും.